നിങ്ങൾ കരിമീനെ പോലെ ആകരുത്, ചാളയെ പോലെ ആകണം. എന്താണ് ഇങ്ങനെ പറയാനുള്ള കാരണം? നമുക്ക് കരിമീനെ കുറിച്ച് അറിയാം, കായലിൽ വളരുന്ന ഒരു മത്സ്യമാണല്ലോ. കരിമീനൊക്കെ നമുക്ക് മിക്കവാറും ചില സീസണിലൊക്കെ മേടിച്ചാൽ അത് കിടക്കുന്ന സാഹചര്യം ചില ചേറിനകത്ത് അത് പുതഞ്ഞാണ് കിടക്കുന്നത്. അങ്ങനെ നമ്മൾ പിടിച്ച് അതിനെ കുക്ക് ചെയ്ത് ഭക്ഷിച്ചാൽ അതിന്റെ ആ കിടക്കുന്ന സ്വാധീനം, ആ ചേറിന്റെ ഒരു 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 സ്വാധീനത അതിന്റെ മാംസത്തിലുണ്ട്. അത് ഭക്ഷിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. എന്നാൽ ചാള അത് കടലിൽ കിടക്കുന്ന മീനാണ്, ഉപ്പുവെള്ളത്തിലാണ് കിടക്കുന്നത്. എന്നാൽ അത് ചാളയെ പിടിച്ച് നമ്മൾ കുക്ക് ചെയ്യാൻ നേരം ഉപ്പ് സെപ്പറേറ്റ് ഇടുന്നുണ്ട്. കാരണം ആ ഉപ്പുവെള്ളത്തിന്റെ യാതൊരുവിധ സ്വാധീനതയും അതിന്റെ മാംസത്തിൽ പറ്റുന്നില്ല. എന്ന് പറഞ്ഞതുപോലെ നാം ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. വിശ്വാസികളായ നാം, ദൈവ മക്കളായ നാം ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ ലോകത്തിന്റെ യാതൊരുവിധ സ്വാധീനതയും നമ്മുടെ ഉള്ളിൽ കയറാൻ ഇടവരരുത്. കാരണം നമ്മൾ ഒരു വിശ്വാസിക്ക് ഇവിടെ ഈ ലോകത്തിൽ ജീവിക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ അല്ല ഈ ലോകത്തിലുള്ളത്. ഈ ലോകത്തിന്റെ യാതൊരുവിധ സ്വാധീനതകളും യാതൊരുവിധ മോഹങ്ങളും ഇതൊന്നും നമ്മുടെ അകത്ത് കയറാൻ പാടില്ല. നമുക്കറിയാം, ഒരു വള്ളക്കാരൻ വള്ളം തുഴഞ്ഞുകൊണ്ട് പോകുമ്പോൾ എത്രയൊക്കെ ശ്രമിച്ചാലും വള്ളത്തിനകത്ത് അല്പമൊക്കെ വെള്ളം കയറും. എന്നാല് ഒരു തുള്ളി വെള്ളം കയറുമ്പോൾ തന്നെ തുഴയുന്ന ആൾക്ക് ടെൻഷൻ ഉണ്ട്. എന്നാൽ അയാളുടെ വള്ളത്തിനകത്ത് ഒരു വെള്ളം കോരിക്കളയാനുള്ള ഒരു മഗ് അയാൾ പ്രത്യേകം ചെത്തിമിനിക്ക് റെഡിയാക്കി ഇട്ടേക്കും. ആ വെള്ളമെല്ലാം കോരിക്കളയുമ്പോൾ അദ്ദേഹം ഒത്തിരി ആ തുഴയുന്ന ആൾക്ക് മനസ്സ് ഒത്തിരി ഫ്രീ ആവും. ഇതുപോലെ തന്നെ നമ്മളുടെ പാപങ്ങളെ ഏറ്റുപറയും. 1 യോഹന്നാൻ 1:9 വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് നമ്മളെ ശുദ്ധീകരിക്കുവാൻ തക്കോണം, നീതീകരിക്കുവാൻ തക്കോണം വിശ്വസനും നീതിമാനുമാകുന്നു. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയപ്പെടാത്ത ഒരു പാപവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ ശുഭം വരും എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ പാപങ്ങൾ നമ്മളിൽ വെച്ചുകൊണ്ടിരിക്കരുത്. ലോകത്തിന്റെ സ്വാധീനം നമ്മുടെ ഉള്ളിൽ കയറരുത്. ദൈവം അനുഗ്രഹിക്കും.